നേരത്തെ നഗരസഭാ പ്രദേശങ്ങൾ എണ്ണിയപ്പോൾ BJPക്ക് വ്യക്തമായ ഒരു ലീഡുണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിലേക്ക് വോട്ടെണ്ണൽ മാറിയിരിക്കുകയാണ്. ഇനി കണ്ണാടി, പിരായിരി, മാത്തൂർ പഞ്ചായത്തുകൾ അത് എണ്ണിക്കഴിയുമ്പോൾ അവിടുത്തെ കൃത്യമായൊരു ചിത്രം വ്യക്തമാകും. അമ്പലപ്പുഴയിൽ G. സുധാകരൻ 1576 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. അദ്ദേഹം തൻ്റെ ലീഡ് നില സ്ഥിരമായി തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. G. സുധാകരൻ 1576 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരത്ത് സുധീർ ഷാ പാലോട് മുന്നിട്ട് നിൽക്കുന്നു. തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 5350 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. കൊയിലാണ്ടിയിൽ K. പ്രവീൺ കുമാർ 2354 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ UDF വളരെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് രമേശ് പിഷാരടി ലീഡ് 1427. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ലീഡാണ്. 13,000 കടന്നിരിക്കുന്നു VD സതീശന്റെ ലീഡ്. കൃത്യമായി പറഞ്ഞാൽ 13,917 വോട്ടുകൾക്കാണ് പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. വീണ്ടും പിണറായി വിജയൻ വീണ്ടും പിന്നിലേക്ക് പോവുകയാണ്. 2812 അബ്ദുൾ റഷീദിന്റെ ലീഡ് ഉയരുകയാണ്. VP അബ്ദുൾ റഷീദ് ധർമ്മടത്ത് പിണറായി വിജയനെ വീണ്ടും പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. 2812 വോട്ടിന് VP അബ്ദുൾ റഷീദ് പിണറായി വിജയനെ പിന്നിലാക്കി കുതിക്കുകയാണ്. UDF തരംഗത്തിൽ കിതയ്ക്കുകയാണ് പിണറായി വിജയനും ടീമും. എന്തായാലും മൂന്നാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും ധർമ്മടത്ത് അബ്ദുൾ റഷീദ് 2812 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളൊരു വാർത്ത വരുന്നു. നാലാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിലാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നാലാം റൗണ്ടും എണ്ണുമ്പോഴും പിണറായി വിജയൻ മുന്നിലെത്താൻ സാധിക്കുന്നില്ല. UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. പിണറായിക്കും അതോടൊപ്പം തന്നെ പാർട്ടിക്കും കണക്കുകൂട്ടലുകൾ തെറ്റുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി, LDF കൺവീനർ, അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ, 14ഓളം മന്ത്രിമാരൊക്കെ തന്നെ പിന്നിൽ നിൽക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട്, മാത്രമല്ല ഭരണമാറ്റ വിരുദ്ധ വികാരമുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട യുവ നേതാക്കൾ അടക്കമുള്ളവർ, LDFന്റെ യുവ നേതാക്കൾ അടക്കമുള്ളവർ പിന്നിലേക്ക് പോവുകയാണ്. വീണ്ടും 100 അടുക്കുകയാണ് UDFന്റെ ലീഡ് നില. 94 എത്തുകയാണ്. 94 UDF ലീഡ് ചെയ്യുമ്പോൾ 44 മാത്രമാണ് LDFന് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. 2 NDA ഇപ്പോൾ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. തവനൂർ, മലപ്പുറം തവനൂരിനെ സംബന്ധിച്ചിടത്തോളം VS ജോയി 4230 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിൽ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വൈപ്പിൻ എന്ന് പറയുന്നത് എപ്പോഴും LDFന്റെ കോട്ടയാണ്. പക്ഷേ അവിടെ ടോണി ചമ്മണി 18,778 വോട്ടുകൾ അദ്ദേഹം സ്വന്തമാക്കി അദ്ദേഹം മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വർക്കലയിൽ V. ജോയി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. കോഴിക്കോടിൻ്റെ പല ഇടങ്ങളിലും, കോഴിക്കോട് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും UDFന്റെ വലിയ തേരോട്ടം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. കാസർഗോഡ് ആകെയുള്ള 4 ലീഡ് ചെയ്യുന്നത് UDF ആണ് എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് മാത്രമാണ് LDFന് നേരിയ മേൽക്കൈ. അതും 2086 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. K. മുരളീധരൻ 682 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നതെന്ന് ഉള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ലീഡ് നില സൂചിപ്പിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 റൗണ്ടിലും പിന്നിലാണ് എന്ന് പറയുന്നത് ഒട്ടും ശുഭകരമല്ല അദ്ദേഹത്തിനും CPM-നും. ധർമ്മടം പോലുള്ള മണ്ഡലത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി 4 റൗണ്ടിലും ഈ രീതിയിൽ പിന്നോട്ട് പോയത് എന്നുള്ളതിന് കൃത്യമായൊരു മറുപടി അണികളോടെങ്കിലും CPM-ന് പറയേണ്ട ഒരു സാഹചര്യം വരും. ഇനി അടുത്ത റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും 4 റൗണ്ടുകളിൽ എങ്ങനെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിട്ട് നിന്നു എന്നുള്ളൊരു ചോദ്യം അപ്പോഴും പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. വളരെ ശക്തമായ മത്സരമാണ് അവിടെ UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. NDAയുടെ ഭാഗത്ത് അവിടെ സീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. NDAക്ക് ഇപ്പോൾ ഒരിടത്ത് മാത്രമാണ് NDA ലീഡ് ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മൊത്തത്തിലെ കണക്ക് നോക്കുമ്പോൾ UDF 95 LDF 44 NDA ഒരിടത്തുമായി മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ശക്തമായ മുന്നേറ്റം UDF കാഴ്ചവെക്കുകയാണ് എല്ലായിടത്തും. പ്രത്യേകിച്ച് ധർമ്മടത്തെ പിണറായിയെ തീർച്ചയായിട്ടും UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് വിറപ്പിച്ചു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. 2523 വോട്ട് എന്നല്ലെങ്കിൽ ആ രീതിയിലേക്ക് 4ാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരൊക്കെ തന്നെ പിന്നിലാവുകയാണ്. പിണറായി വിജയന് മാത്രമല്ല പാർട്ടിക്ക് ഒന്നടങ്കം അടിതെറ്റുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. 95 UDFന്റെ കുതിപ്പ് തുടരുകയാണ്. അതും എടുത്തു പറയേണ്ടത് LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ ജില്ലകളിലാണ് UDFന്റെ മുന്നേറ്റം. കൊല്ലവും കോഴിക്കോടും അതോടൊപ്പം തന്നെ കാസർഗോഡും അടക്കമുള്ള ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ കുതിപ്പുണ്ടാക്കാൻ UDFന് സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഇടത് കോട്ടകളിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ UDFന് സാധിച്ചിട്ടുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. P. രാജീവ് അതോടൊപ്പം തന്നെ MP രാജേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് പിന്നിൽ നിൽക്കുന്നത്. അതും ചെറിയ മാർജിനല്ല, വലിയ ലീഡ് നിലയിൽ
നിലയിൽ വ്യത്യാസം വരുന്നു. അത്തരത്തിലാണ് പോകുന്നത്. GRNൽ നെടുമങ്ങാട് അദ്ദേഹം തുടക്കം മുതൽക്ക് തന്നെ ലീഡ് നില ഉയർത്തിക്കൊണ്ടിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് 9,000-ൽ പരം വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. ചാത്തന്നൂരിലേക്ക് വരികയാണെങ്കിൽ ചാത്തന്നൂരിൽ 3 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. UDF മുന്നിട്ട് നിൽക്കുന്നു. സൂരജ് രവി 248 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് LDF ആണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. NDA 3-ാം സ്ഥാനത്തായി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും NDA 2-ാം സ്ഥാനത്തുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ലീഡ് നില അനുസരിച്ച് NDA 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. UDF അവിടെ ലീഡ് എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ NDA 2-ാം സ്ഥാനം എന്നുള്ളതിനേക്കാൾ UDF അവിടെ 1-ാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ചാലക്കുടിയിൽ 4 റൗണ്ട് പൂർത്തിയായി. സനീഷ് കുമാർ ജോസഫ് 5092 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പട്ടാമ്പിയിൽ 4 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ UDFലെ TP ഷാജി 590 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ചാത്തന്നൂരിൽ സൂരജ് രവി 41 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഗുരുവായൂരിൽ CH റഷീദ് മുന്നിട്ട് നിൽക്കുന്നു. ആറന്മുളയിൽ അബിൻ വർക്കി കൂട്ടുകയാണ്. 6342 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. 98ലേക്ക് എത്തുന്നു. UDFന്റെ ലീഡ് നില 98 എത്തുന്നു. 98, 41, NDA 1. വളരെ പെട്ടെന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ G സുധാകരന്റെ ലീഡ് 3512 ഉയർന്നിരിക്കുന്നു. ആലപ്പുഴയിൽ UDF 4281 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.